സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതു മുതൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഇസ്രയേലിനെയും ട്രംപിനെയും വിശ്വസിക്കാമോ? മറ്റെന്തെങ്കിലും നീക്കങ്ങൾക്ക് വേണ്ടിയാണോ ഈ വെടിനിർത്തൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ആയത്തുള്ള അലി ഖൊമേനിയെ വധിക്കാൻ നെതന്യാഹു വീണ്ടും നീക്കം നടത്തുമോ? ഒരുപാട് നിരീക്ഷകരാണ് ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ മാസം 26-ന് വെടിനിർത്തൽ നിലവിൽ വന്ന് ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ടും കാര്യങ്ങൾ ശാന്തമാണ്. പക്ഷേ ആശങ്ക മാത്രം ഒഴിയുന്നില്ല. നെതന്യാഹുവിന്റെയും സംഘത്തിന്റെയും കുടില ബുദ്ധി ഏത് തരത്തിൽ പ്രവർത്തിക്കുമെന്ന് ഉറപ്പില്ല. അത് തന്നെയാണ് ആശങ്കകൾക്ക് പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ നല്ല ജാഗ്രതയിലാണ് ഇറാൻ ഉള്ളത്, പ്രത്യേകിച്ച് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയുടെ സുരക്ഷയുടെ കാര്യത്തിൽ. അതിനിടയ്ക്ക് ആണവ പദ്ധതിക്ക് പിന്നാലെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കെതിരെയും സമ്മർദ്ദം ശക്തമാക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ, വിലയിരുത്തലുകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഇറാനിൽ നിന്ന് കിട്ടിയ തിരിച്ചടിയിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ ഗാസയിലെ കൂട്ടക്കുരുതി തുടരുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സംഘവും. ഇറാനുമായി ചർച്ച നടത്തി സമവായം കൊണ്ടുവരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അമേരിക്കയുമായി ഇപ്പോൾ യാതൊരു ചർച്ചയ്ക്കും ഇല്ല എന്ന നിലപാടിലാണ് ഇറാനുള്ളത്. മാത്രമല്ല, അമേരിക്കയെയും ഇസ്രയേലിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി രംഗത്ത് വരികയും ചെയ്ത ഒരു സാഹചര്യം അവിടെ നിലവിലുണ്ട്. തുടർന്ന് ഖൊമേനിയെ വ്യക്തിപരമായി കടന്നാക്രമിച്ച് ട്രംപ് മുന്നോട്ട് വന്നിരുന്നു. ഖൊമേനി ഒളിവിലായിരുന്ന കൃത്യമായ സ്ഥലം തനിക്ക് അറിയാമായിരുന്നുവെന്നും എന്നിട്ടും വൃത്തികെട്ട മരണത്തിൽ നിന്ന് ഖൊമേനിയെ താൻ രക്ഷിച്ചു എന്നുമാണ് ട്രംപ് അവകാശപ്പെട്ടത്. മാത്രമല്ല, ഇറാന് മേലുള്ള ഉപരോധം നീക്കാനുള്ള പ്രവർത്തികളിൽ നിന്ന് താൻ പിന്മാറുന്നുവെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയും ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോയാൽ ഇറാനെ കടന്നാക്രമിക്കുമെന്നുള്ള സൂചനയും ട്രംപ് നൽകുന്നുണ്ട്. ട്രംപിന്റെ പരാമർശങ്ങൾക്ക് ശക്തമായ മറുപടിയാണ് ഇറാൻ കൊടുത്തത്. ഇനി ഒരു ചർച്ചയും ഇല്ല എന്ന് ഇറാൻ അപ്പോഴും ഉറപ്പിച്ചു പറയുന്നു. അതായത് കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. എന്തായാലും ഇറാന്റെ അവകാശവാദങ്ങളോടും ഖൊമേനിയുടെ പരാമർശങ്ങളോടും കടുത്ത രോഷത്തിലാണ് ട്രംപ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഖൊമേനി ഉണ്ടായിരുന്ന സ്ഥലം അറിഞ്ഞിരുന്നുവെങ്കിൽ കൊല്ലുമായിരുന്നു എന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് തുറന്നു പറഞ്ഞത്. ഇത് ട്രംപ് പറഞ്ഞതിന് വിരുദ്ധമാണെങ്കിലും കാറ്റ്സിന്റെ പ്രസ്താവനയും ട്രംപിന്റെ ഖൊമേനിയോടുള്ള രോഷവും കണക്കാക്കുമ്പോൾ ഇസ്രയേൽ ഖൊമേനിയെ ഇപ്പോഴും ലക്ഷ്യമിടുന്നു എന്നുള്ള ഒരു ആശങ്ക അവിടെ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ട്രംപിന്റെ രോഷത്തെ നെതന്യാഹു മുതലെടുക്കുമോ എന്നുള്ളതാണ് സംശയം. മാത്രമല്ല, ആണവ ചർച്ചകൾക്ക് ഫോർമുലയായി പലസ്തീൻ വിഷയവും ഇറാൻ ഉന്നയിക്കുകയാണെങ്കിൽ ഇസ്രയേൽ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത് പ്രവചനാതീതമാണ്. ഈ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ആശങ്ക ഒഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. ആയത്തുള്ള അലി ഖൊമേനിയെ വധിച്ചാൽ ഇറാനെ കൈപ്പിടിയിലാക്കാമെന്നാണ് ഇസ്രയേൽ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഖൊമേനിയെ വധിച്ചുകൊണ്ട് ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാനാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് സംഘർഷത്തിന്റെ ഒരു ഘട്ടത്തിൽ നെതന്യാഹു തുറന്നു പറയുകയും ചെയ്തു. സത്യത്തിൽ നെതന്യാഹു ഇങ്ങനെ പറഞ്ഞത് ആ ഘട്ടത്തിൽ ഇറാനുമേൽ മേൽക്കൈ നേടാനായിരുന്നു. പക്ഷേ ആ പ്രസ്താവനയ്ക്ക് വിപരീത ഫലങ്ങളാണ് ഉണ്ടായതെന്ന് പിന്നീട് നടന്ന സംഭവ വികാസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇസ്രയേലിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് പശ്ചിമേഷ്യയിലെ ഒരേ ഒരു സൗഹൃദ രാജ്യമായ ഇറാനു വേണ്ടി റഷ്യയും ചൈനയും പോലുള്ള വൻ ശക്തികൾ രംഗത്ത് വന്നു. മാത്രമല്ല, ട്രംപ് തന്നെ ഇസ്രയേലിന്റെ ഈ നീക്കത്തെ എതിർത്തു. ഒപ്പം അറബ് രാജ്യങ്ങളും നെതന്യാഹുവിന്റെ പ്രസ്താവന അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്നുള്ള കരുത്തുറ്റ നിലപാടെടുത്തു. ഇതോടെയാണ് നയതന്ത്ര തലത്തിൽ തന്നെ കാര്യങ്ങൾ ഇസ്രയേലിന്റെ കൈവിട്ടുപോയതും വെടിനിർത്തൽ ധാരണയിലേക്ക് സംഭവ വികാസങ്ങൾ എത്തിയത്. എങ്കിലും ഖൊമേനിയെ വധിക്കാനുള്ള ഇസ്രയേൽ പദ്ധതികൾ ഇപ്പോഴും സജീവമാണെന്നാണ് വിലയിരുത്തൽ. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ നീങ്ങുകയാണ് ഇറാനും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഖൊമേനി പൊതുവേദിയിൽ പിന്നീട് ഈ സംഘർഷ സാഹചര്യത്തിന് ശേഷം പൊതുവേദിയിൽ പിന്നീട് വന്നിട്ടില്ല. മാത്രമല്ല, അദ്ദേഹത്തിന്റെ സുരക്ഷാ ക്രമീകരണത്തിൽ ഇടയ്ക്കിടയ്ക്ക് സമൂലമായ മാറ്റം വരുത്തുകയാണ് ഇറാൻ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിരഹസ്യമായ എലൈറ്റ് സുരക്ഷാ യൂണിറ്റാണ് അദ്ദേഹത്തിന്റെ സുരക്ഷ നിലവിൽ കൈകാര്യം ചെയ്യുന്നത്. വളരെ വിശ്വസ്തരായ സഹായികളിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ ആശയവിനിമയം നടത്തുന്നത്. നേരിട്ട് ഫോണിൽ സംസാരിക്കുകയോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല. ഇസ്രയേൽ ചാരന്മാർ ഇറാനിൽ ഇപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് സുരക്ഷാ ഏജൻസികളുടെ നിഗമനം. ലെബനനിൽ ഹിസ്ബുള്ള നേതാക്കന്മാർക്കെതിരെ അല്ലെങ്കിൽ നേതാക്കന്മാരെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ പേജർ വോക്കി ടോക്കി ആക്രമണങ്ങൾക്ക് സമാനമായത് ഇസ്രയേൽ ഇറാനിലും നടത്തുമെന്ന് സുരക്ഷാ ഏജൻസികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഖൊമൈനിയുടെ അടുത്ത് ഇത്തരം ഉപകരണങ്ങൾ ഒന്നും കൊണ്ടുപോകാൻ അനുമതിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘത്തിനും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ അനുമതിയില്ല എന്നും പറയപ്പെടുന്നുണ്ട്. അതായത് അത്രത്തോളം ജാഗ്രതയോടെയാണ് ഇറാൻ ആയത്തുള്ള അലി ഖൊമൈനിയുടെ സുരക്ഷ കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല,
ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നുമുണ്ട്. ഇസ്രയേൽ ഇനിയും ഖൊമേനിയെ ലക്ഷ്യമിടുമെന്ന് മറ്റാരേക്കാൾ ഇറാൻ ഭരണ നേതൃത്വം മനസ്സിലാക്കുന്നുണ്ടെന്ന് വ്യക്തം. എന്നാൽ ഇസ്രയേൽ അത്ര പെട്ടെന്നൊന്നും ഖൊമേനിയെ വധിക്കാൻ നോക്കില്ല എന്നാണ് അന്താരാഷ്ട്ര രംഗത്തുള്ള നിരീക്ഷകരുടെ മറ്റൊരു വിലയിരുത്തൽ. ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ വധഭീഷണി മുഴക്കുമെങ്കിലും അതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറയാം. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതമാണ്. ഇത്തരമൊരു നീക്കം ഉണ്ടായാൽ ഇറാനും അവരുടെ പ്രോക്സികളും ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് പറയാനാകില്ല. പശ്ചിമേഷ്യ ആകെ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ടാകും. മാത്രമല്ല, ഒരു പരമാധികാര രാജ്യത്തിന്റെ നേതാവിനെ ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യുദ്ധ നിയമങ്ങളുടെയും ഗുരുതര ലംഘനവുമാവും. ഇത് ഇസ്രയേലിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ തിരിച്ചടി നൽകും. ഇങ്ങനെ ഒരു കാര്യം ഇസ്രയേൽ ഒറ്റയ്ക്ക് ചെയ്താൽ അത് അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിന് വരെ വിള്ളലുണ്ടാക്കാം. ഒപ്പം ഗൾഫ് രാജ്യങ്ങൾ നേരിട്ട് തന്നെ നിലപാടുമായി രംഗത്തെത്താം. കൂടാതെ റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങളുടെ പ്രതികരണങ്ങളും നിർണായകമാകും. ഖൊമേനിയെ വധിച്ചാൽ അത് ഇറാനിൽ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്ക് തന്നെ കാരണമാകും. തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് ആയുധങ്ങൾ എത്താനും സാധ്യതയുണ്ട്. ഇത് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് കൂടുതൽ ഭീഷണിയായി മാറാനാണ് അപ്പോൾ സാധ്യതയുണ്ടാവുക. ഇതെല്ലാം കൊണ്ട് തന്നെ ഇറാനെ നേരിട്ട് ആക്രമിക്കാനോ ഖൊമേനിയെ വധിക്കാനോ ഇസ്രയേൽ മുതിരില്ല എന്ന വിലയിരുത്തലിന് തന്നെയാണ് കനം കൂടുതൽ, അല്ലെങ്കിൽ മുൻതൂക്കം. പക്ഷേ എതിർവശത്ത് ഇസ്രയേലാണ് എന്നതാണ് ഇക്കാര്യത്തിലുള്ള ആശങ്ക. അവരുടെ ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇറാനെ ഇനി വില കുറച്ച് കാണാൻ ഇസ്രയേൽ തയ്യാറാകില്ല എന്ന് നമുക്ക് വിലയിരുത്താം. ഇസ്രയേൽ ആക്രമണത്തിന് അത്രത്തോളം പ്രതിരോധം തീർത്ത ഇറാൻ ഇസ്രയേലിന്റെ ചരിത്രത്തിലില്ലാത്ത തിരിച്ചടിയാണ് നൽകിയത്. അവരുടെ മിസൈൽ ശേഷിയെയും മറ്റും കുറച്ചു കണ്ടത് ഇസ്രയേലിന് കനത്ത നാശത്തിന് തന്നെ കാരണമായി. ഇസ്രയേൽ എപ്പോൾ വേണമെങ്കിലും തങ്ങളെ ആക്രമിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇറാൻ നടത്തിയ മുന്നൊരുക്കങ്ങൾ ഇസ്രയേലിന്റെയോ അമേരിക്കയുടെയോ പേരുകേട്ട ചാര സംഘടനകൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയത് അവരുടെ വലിയ വീഴ്ചയാണ്. യുദ്ധക്കൊതിയനായ നെതന്യാഹുവിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായും വലിയ നിറം മങ്ങിയ സംഭവമാണ് ഇറാന്റെ പ്രത്യാക്രമണത്തിലൂടെ കിട്ടിയത്. വിഷയത്തിൽ അമേരിക്കയെ വലിച്ചിഴച്ച് ഇറാനെ തീർത്ത് കളയാമെന്ന നെതന്യാഹു തന്ത്രവും ബൂമറാങ്ങായി മാറിയതും നമ്മൾ കണ്ടതാണ്. ഒടുവിൽ ഗതികെട്ട് വെടിനിർത്തലിലേക്ക് പോയതോടെ സംഘർഷത്തിൽ വിജയം നേടിയത് ഇറാനാണെന്ന പൊതുവിലയിരുത്തലിലേക്ക് കാര്യങ്ങളെത്തി. എന്തായാലും പുതിയ സാഹചര്യത്തിൽ ഇറാനെതിരെ സമ്മർദ്ദം ശക്തമാക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. ആണവോർജ്ജ സമിതിയുമായി ഇറാൻ സഹകരിക്കണമെന്നും അല്ലെങ്കിൽ സഹകരണം പുനരാരംഭിക്കണമെന്നും ബാലിസ്റ്റിക് ന്യൂക്ലിയർ പ്രശ്നങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നുമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇറാനോട് മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ ശേഷിയിൽ യൂറോപ്പിന് ആശങ്കയുണ്ടെന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഇറാനെതിരെ ഇസ്രയേൽ നടത്തുന്ന ശക്തമായ നയതന്ത്ര നീക്കങ്ങളുടെ വിജയമായും ഇതിനെ നമ്മൾ കണക്കാക്കണം. ഓസ്ട്രിയൻ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ സന്ദർശിക്കുന്നുണ്ട്. ഇറാനുമായുള്ള സംഘർഷത്തിന് ശേഷമുള്ള ആദ്യ നയതന്ത്ര സന്ദർശനത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്. അതായത്, ഒരു ഭാഗത്ത് ഇസ്രയേൽ നയതന്ത്ര സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്, മറുഭാഗത്ത് ഉപാധികളൊന്നുമില്ലാതെ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ആവശ്യപ്പെടുന്നു. ഇസ്രയേൽ ഇനി ആക്രമിക്കില്ല എന്നുള്ള ഉറപ്പും പലസ്തീൻ വിഷയത്തിൽ പരിഹാരവും ആവശ്യപ്പെടുന്ന ഇറാൻ മറുഭാഗത്ത്. ഇങ്ങനെ പരസ്പരമുള്ള വാദപ്രതിവാദങ്ങൾ തുടരുമ്പോൾ ആശങ്കയും ശക്തമാണ്. മാത്രമല്ല, ആയത്തുള്ള അലി ഖൊമേനിക്കെതിരായ വധഭീഷണി നിലനിൽക്കുകയും ചെയ്യുന്നു. കാര്യങ്ങൾ വീണ്ടും കൈവിട്ടു പോകുമോ എന്നുള്ള ഭയത്തിൽ തന്നെയാണ് പശ്ചിമേഷ്യയുള്ളത്. അപ്പോഴും മനുഷ്യത്വമില്ലാത്ത കൂട്ടക്കുരുതി തുടരുകയാണ് ഗാസയിൽ ഇസ്രയേൽ. ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെടുത്താതെ ഇസ്രയേൽ ഭരണകൂടത്തിന് ഒരു ദിവസം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് സ്ഥിതി. അതിന് കാരണം അധികാര കൊതിയാണ്. അത് വലിയ കഥയാണ്. ഇക്കാര്യം മറ്റൊരു വീഡിയോയിൽ വിശദമായി നമുക്ക് പറയാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.